നമസ്കാരം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനുണ്ടായ പരാജയം അതിന്റെ നേതൃത്വത്തെ ഞെട്ടിപ്പിച്ചത് കുറച്ചൊന്നുമല്ല. എന്തായാലും ഈ ഒരു പരാജയം കോൺഗ്രസിനെ കൂടുതൽ പാഠങ്ങൾ പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസിന്റെ തലതൊട്ടപ്പനെ ഒരു മാറ്റത്തിലേക്ക് കൂടി നയിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം പലപ്പോഴും നേതാക്കളോട് വളരെ സൗമ്യമായി വളരെ മിതഭാഷിയായി കാര്യങ്ങൾ പറയുന്ന ഒരു നേതാവ് കൂടിയാണ്. ഒരിക്കലും ഒരു ഗൗരവപരമായ പരാമർശം അല്ലെങ്കിൽ ഒരു ദേഷ്യമൊന്നും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഇതുവരെയും മാധ്യമങ്ങൾ കണ്ടിട്ടുമില്ല. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ എല്ലാ പെരുമാറ്റങ്ങളും കൂടി മാറ്റിമറിച്ചിട്ടുണ്ട്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ തോൽവിയിൽ രോക്ഷാകുലനായി തന്നെ രാഹുൽ ഗാന്ധി പ്രതികരിച്ചിരിക്കുന്നു. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗത്തിൽ വെച്ചാണ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഉള്ളവർക്ക് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും വലിയ വിമർശനം നേരിടേണ്ടി വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും രാജസ്ഥാനിലെയും ഛത്തീസ്ഗഡിലെയും മധ്യപ്രദേശിലെയും മുതിർന്ന നേതാക്കൾ തന്നെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന ഗുരുതരമായ ആരോപണം കൂടി രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ 3 സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഉറപ്പായും ജയിക്കുമെന്നും ഊതിപ്പെരുപ്പിച്ച ഡേറ്റകളാണ് തനിക്ക് നൽകിയതെന്നുകൂടി രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം തീർച്ചയായും ഉദ്ദേശിച്ചിരിക്കുന്നത് കമൽനാഥിനെയും അശോക് ഗെഹ്ലോട്ടിനെയും ഭൂപേഷ് ബാഗലിനെയും തന്നെയായിരുന്നു. അതേസമയം തന്നെ രാഹുൽ ഗാന്ധി ഇതൊക്കെ പറഞ്ഞപ്പോൾ മറ്റു നേതാക്കൾ ഒരക്ഷരം തിരിച്ചു പറയാതെ എല്ലാം കേട്ടുകൊണ്ടിരുന്നു എങ്കിൽ പോലും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ ദിഗ്വിജയ് സിംഗ് രാഹുൽ ഗാന്ധിക്കെതിരെ സംസാരിക്കുകയും ചെയ്തു. തോൽവിയിൽ AICC നേതൃത്വത്തിനും പങ്കുണ്ട് എന്നാണ് ദിഗ്വിജയ് സിംഗ് പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര അതിന്റെ 2ാം ഭാഗത്തെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ പരാജയം എന്നതിന് ദിഗ്വിജയ് സിംഗ് പറയുന്ന ചില കാരണങ്ങളുണ്ട്. AICC നേതൃത്വം, സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ഒന്നിച്ച് സംസ്ഥാനങ്ങളിൽ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു നിർദ്ദേശം വെച്ചപ്പോൾ അത് അമ്പെ തള്ളിയെന്നും അത്തരത്തിൽ ഒരിക്കലും പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളെ 2ാം ഭാരത് ജോഡോ യാത്ര ബാധിക്കരുത് എന്നുള്ള ഒരാവശ്യം കൂടി മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവികൾ പാർട്ടിക്ക് വലിയ ആഘാതം ഉണ്ടാക്കി എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. കമൽനാഥ് അടക്കമുള്ള നേതാക്കളെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും തലപ്പത്ത് നിന്നുമൊക്കെ മാറ്റി ഒരു അഴിച്ചുപണി നടത്തിയിട്ടുണ്ട് എങ്കിൽ പോലും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ളിൽ തന്നെ പാർട്ടിയുടെ ഒരു മുഖം മിനുക്കിക്കൊണ്ട് അതിനെ നേരിടുക എന്ന് പറയുന്നത് തീർച്ചയായും ഒരു വലിയ ടാസ്ക് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. യഥാർത്ഥ സാഹചര്യം മനസ്സിലാക്കാതെ ഊതിപ്പിരിപ്പിച്ച കണക്കുകളാണ് എപ്പോഴും യോഗങ്ങളിൽ വന്ന് പറയാൻ ുള്ളത്. ഇത്തരത്തിൽ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കൊണ്ടാണ് പരാജയം തുടർച്ചയാവുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ സമാജ്വാദി പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ആഹ്വാനം തള്ളിയതിൽ ഈ നേതാക്കൾക്കിടയിൽ വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നതകളും ഉയർന്നു വന്നിട്ടുണ്ട്. നേതൃത്വത്തെ തിരുത്താനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഉണ്ടായില്ല എന്നുകൂടി ദിഗ്വിജയ് സിംഗ് പറയുന്നു. INDA എന്ന മുന്നണിക്കുള്ളിൽ ഇവരെല്ലാം ഒന്നിച്ചാണ് നിൽക്കുന്നതെങ്കിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പലപ്പോഴും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഒരു വലിയേട്ടൻ മനോഭാവം ഉണ്ടാവാറുണ്ട്. തങ്ങൾ തന്നെ ഒറ്റയ്ക്ക് മത്സരിക്കും, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് സീറ്റ് പിടിക്കും, ഒറ്റയ്ക്ക് ഭരണം പിടിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോൺഗ്രസ് പതിവായി ചെയ്യുന്നതാണ്. ഇത് തന്നെയാണ് പല സംസ്ഥാനങ്ങളിലും അവർക്ക് തിരിച്ചടി ആയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും കോൺഗ്രസ് കുറെ അധികം തിരുത്തലുകൾ നടത്തി മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി മുതിർന്ന നേതാക്കൾ പറയുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ നേതൃത്വം ഒരുങ്ങും എന്നുകൂടി അവർ വ്യക്തമാക്കിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.